പ്രോഗ്രാം ഈ വർഷത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് എക്സെല്ല സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ ട്രെയിനിങ് ഗ്രൂപ്പാണ്. ഈ ഒരു മാസം നീണ്ടു നിൽക്കുന്ന 25 ദിവസത്തെ വായനോത്സവം സ്പോൺസർ ചെയ്തിരിക്കുന്നത് എക്സെല്ല സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ ട്രെയിനിങ് സെന്റർ ആണ്. ഇന്നത്തെ പുസ്തകം രമേശ് സർ കാണാൻ കേൾക്കാം, കണ്ടിന്യൂ ചെയ്തോളൂ. ഇന്നത്തെ പുസ്തകം അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് കൂടിയായ സൈബി ജോസ് മാം ആണ്. സൈബി ജോസ് മാം സ്ഥലം ചാലക്കുടിയാണ്. അദ്ദേഹം ഗ്രേസ് എന്നൊരു സ്ഥാപനം നടക്കുന്നു. സെന്റർ ഫോർ ഹാപ്പിനെസ്, ഗ്രേസ് സെന്റർ ഫോർ ഹാപ്പിനെസ് എന്ന ഒരു സ്ഥാപനം നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ ഫാമിലി, ഹസ്ബൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, പിന്നെ 3 കുട്ടികളാണ്. അദ്ദേഹം കൗൺസിലിംഗിൽ പ്രഗത്ഭയാണ്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് കുറെ സാമൂഹ്യ പ്രവർത്തനങ്ങള് ഡോൺ ബോസ്കോ സ്കൂളിലെ കൗൺസിലറാണ്. അദ്ദേഹം ഹൈപ്പർ ഫോക്കസ് എന്ന പുസ്തകമാണ് അവതരിപ്പിക്കുന്നത്. ക്രിസ് ബെയ്ലി അവതരിപ്പിക്കുന്ന ക്രിസ് ബെയ്ലിയുടെ ഹൈപ്പർ ഫോക്കസ് എന്ന പുസ്തകമായിട്ട് വരുന്നു. ആ പുസ്തകത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. അതിനുവേണ്ടി സൈബി മാമിനെയും ഇത് കേൾക്കുവാനായി എത്തിയിരിക്കുന്ന എല്ലാവരെയും സാക്ഷ്യം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സൈബി മാം. താങ്ക് യു രമേശ് സർ. നമസ്കാരം. എല്ലാവർക്കും മനോഹരമായ ഒരു സായാഹ്നം ആശംസിക്കുകയാണ്. ഡിജിറ്റൽ മാധ്യമങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തില് അച്ചടി മാധ്യമങ്ങളുടെ സ്വാധീനത്തിന് മങ്ങലേറ്റിട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു കൂട്ടായ്മ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതിന്റെ ഒരു തെളിവാണ് ഈ ഒരു പ്ലാറ്റ്ഫോം. തീർച്ചയായും ഒരു സെക്കൻഡ് ഒന്ന് ഇടപെട്ടോട്ടെ മാം. ഒന്ന് സ്ക്രീൻ ഒന്ന് താത്തുവോ? ഒന്നും കൂടി സ്പേസ് ഒന്ന് കുറയ്ക്കുക. തലയുടെ അവിടെ കുറയ്ക്കാൻ പറ്റുമോ? കുറച്ചും കൂടി കുറയ്ക്കാൻ പറ്റുമോ? വെബ് ക്യാമറ വെച്ചിരിക്കുന്നത് അതുകൊണ്ട്. ഓക്കെ. അപ്പൊ കുറച്ചും കൂടി റെഡിയാണ്. കുറച്ചും കൂടി താന്നാ കുറച്ചും കൂടി നന്നാവും. ഞാൻ കുറച്ചുകൂടെ കയറിയിരിക്കും. കുഴപ്പമില്ല, മതി. താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ. തീർച്ചയായും വായന മരിച്ചിട്ടില്ല. വായിക്കുന്നവർ പരിവർത്തനങ്ങൾക്ക് വിധേയരാകുന്നു, പുതിയ മനുഷ്യരാകുന്നു. അതുകൊണ്ടാണ് മെക്കാളെ പറഞ്ഞത്, ഒരു പുസ്തകം വേഗത്തിൽ വായിക്കുന്നതിനേക്കാൾ ഒരു പേജ് ചിന്തിച്ച് വായിക്കുന്നതാണ് ഉത്തമം. ഓക്കെ, ഞാൻ എൻ്റെ ഈ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. കാണാലോ അല്ലേ? പെർഫെക്റ്റ്. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. ഈ വായനോത്സവം 2024 തൃശൂർ ചാപ്റ്ററിന്റെ ഭാരവാഹികളോട് പ്രത്യേകം നന്ദി പറയാണ്. കാരണം അറിവിന്റെ ചിന്താശകലങ്ങള് മനസ്സിലേക്ക് വാരി വിതറിക്കൊണ്ട്, അല്ലെങ്കിൽ ചിന്തകളുടെ വിത്തുകൾ മനസ്സിലേക്ക് പാകിക്കൊണ്ട് 1 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവ പരമ്പരയുടെ ഭാഗമായിരിക്കുകയാണ് നമ്മൾ. കടന്നു പോകുന്ന ഓരോ സായാഹ്നവും പുതിയ അറിവുകൾ നൽകുന്നുണ്ട്, മനസ്സിൽ സന്തോഷം വിതറുന്നു. പ്രത്യേകിച്ച് ട്രെയിനർമാർക്ക് ഇത് കൂടുതൽ പ്രയോജനകരമാണ്. പുതിയ ആശയങ്ങൾ കിട്ടുന്നുണ്ട്. ആഴവും പരപ്പുമുള്ള വായന ട്രെയിനർമാർക്ക് ഒരു പോഷകമാണ്. അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണിത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടെ തൃശൂർ ചാപ്റ്ററിന്റെ ഭാരവാഹികളോട് പ്രത്യേകം നന്ദി പറയാണ്. ആ ഒരു ചാപ്റ്ററിൽ അംഗമാണ് എന്നുള്ളതും ഞാൻ അഭിമാനത്തോടെ ഓർക്കുകയാണ്. ചിന്തകൾക്ക് അനുസൃതമായിരിക്കണം വായന, വായനയ്ക്ക് അനുസൃതമായിരിക്കണം ചിന്ത എന്ന എമേഴ്സന്റെ വാക്കുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ് ബെയ്ലിയുടെ ഹൈപ്പർ ഫോക്കസ് എന്ന് പറയുന്ന പുസ്തകമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്.
ക്രിസ് ബെയ്ലി അദ്ദേഹം ഒരു കനേഡിയൻ റൈറ്ററാണ്, പ്രൊഡക്ടിവിറ്റി കൺസൾട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ മറ്റു ബുക്കുകൾ, അദ്ദേഹം 3 ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 2016 ദ പ്രൊഡക്ടിവിറ്റി പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം, ഹൈപ്പർ ഫോക്കസ് 2018 ഇറങ്ങുന്നത്, ഹൗ ടു കാം യുവർ മൈൻഡ് 2022 ഇറങ്ങുന്നത്. ഇതിന്റെ മലയാള പരിഭാഷ ചെയ്തിരിക്കുന്നത് ഭോപ്പാലിലുള്ള മഞ്ജുൾ പബ്ലിഷിംഗ് ഹൗസ് ആണ്. ഇന്ത്യയിലെ തന്നെ ക്രിസ് ബെയ്ലിയുടെ പുസ്തകം ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മഞ്ജുൾ പബ്ലിഷിംഗ് ഹൗസ് ആണ്. ഓക്കെ, ഈ ഒരു ബുക്ക് ഞാൻ സെലക്ട് ചെയ്യാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്, ആക്ച്വലി ഈ അടുത്ത് നടന്ന ഹോളി കമ്മ്യൂണിയനിൽ പങ്കെടുക്കാൻ കിട്ടിയ ഒരു അവസരത്തിൽ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, കുട്ടികൾക്ക് ഞാൻ നോർമലി ഗിഫ്റ്റ് കൊടുക്കുന്നത് ബുക്സ് ആണ്. അപ്പൊ അങ്ങനെ ബുക്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹസ്ബൻഡും കൂടെ ബുക്ക് സ്റ്റോളിൽ എത്തുന്നത്. അദ്ദേഹം ബുക്ക് കൊടുക്കുന്നത് സെലക്ട് ചെയ്യാൻ പോയി. ഞാൻ എൻ്റെ ആ ഒരു ഏരിയയിലേക്ക് കുറച്ച് മോട്ടിവേഷണൽ ആയിട്ടുള്ള ബുക്സ്, അല്ലെങ്കിൽ കുറച്ച് ജനറൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ബുക്സ് തിരഞ്ഞ് നടക്കുമായിരുന്നു. അതിന്റെ ഇടയിൽ അവിടെ നിന്നിരുന്ന സെയിൽസ് ബോയ് എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ഞാൻ ബുക്സ് എടുക്കുന്നുണ്ട്, തിരിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം വന്ന് ചോദിച്ചു, മാമിന്റെ ഇൻട്രസ്റ്റിംഗ് ഏരിയ ഇതാണോ? ഞാൻ പറഞ്ഞു യെസ്. പിന്നെ എന്താ എടുത്ത ബുക്ക് തിരിച്ചു വെക്കുന്നത്? ഞാൻ പറഞ്ഞു അതെന്റെ കയ്യിലുള്ളതാ, ഞാൻ വായിച്ചതാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട്, നോക്കാം. അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു ഹൈപ്പർ ഫോക്കസ് എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. കാണാൻ വെച്ചിട്ടുണ്ടോ? ഓക്കെ, ഇത് കിട്ടുമ്പോ ഇതെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഞാൻ ആദ്യം നോക്കിയത്, ഇതിന്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് എഴുതിയിട്ടുണ്ട്, എനിക്ക് ഈ പുസ്തകം ഇഷ്ടമാണ്. അങ്ങനെ പബ്ലിക്കായിട്ടൊരു പുസ്തകം ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ അതിനകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും കാണുമല്ലോ. യെസ്, അപ്പൊ എനിക്ക് സന്തോഷം തോന്നി. വീണ്ടും താഴോട്ട് പോകുമ്പോ കുറച്ച് ജോലി ചെയ്ത് കൂടുതൽ നേട്ടങ്ങൾ എങ്ങനെ നേടാം, അത് കണ്ടതും ഭയങ്കര സന്തോഷമായി. കാരണം പരമാവധി ഷോർട്ട് കട്ടിന്റെ ആൾക്കാരാണ്. എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക എന്നുള്ള ഒരു സംഭവത്തോട് കൂടുതൽ താല്പര്യം ഉള്ളതുകൊണ്ടായിരിക്കാം. ഇത് കണ്ട വഴി അയാളോട് പറഞ്ഞു, നിങ്ങൾ ഈ ബുക്ക് തന്നെ പാക്ക് ചെയ്തോളൂ. അങ്ങനെ ഈ ബുക്ക് അവിടുത്തെ ബുക്ക് സ്റ്റോളിലെ തടവറയിൽ നിന്ന് എന്റെ ടേബിളിന്റെ തടവറയിൽ വരെ എത്തി. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. കുറച്ചു നാൾ മുമ്പ് ദിനേഷ് സാറിന്റെ കയ്യിൽ നിന്ന് അയക്കാത്ത കത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകം കിട്ടി. അതിന് കുറച്ചും കൂടെ മുമ്പ് ഓസ്റ്റിൻ സാറിന്റെ കയ്യിൽ നിന്ന് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ ബുക്കും കിട്ടി. ഇത് പാതി വഴിയിൽ ഇങ്ങനെ ടേബിളിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ പ്രഭാകരൻ സാറ് ഈ വായനോത്സവത്തെ കുറിച്ച് ഒരു പോസ്റ്റ് ഇടുന്നത്. പോസ്റ്റ് വായിച്ചതും ഞാൻ എന്റെ ടേബിളിൽ ഇരിക്കുന്ന ബുക്കിലേക്ക് നോക്കി. എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ബുക്കല്ലേ, എടുത്തേക്കാം. അങ്ങനെയാണ് ഈ ബുക്കിനൊരു ശാപമോഷം കിട്ടിയത്. ഈ ശാപമോഷം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല്, എല്ലാ വർഷവും ന്യൂ ഇയർ വരുമ്പോ എനിക്കൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉണ്ട്. ഞാൻ ഈ വർഷം ചുരുങ്ങിയത് ഒരു 30 ബുക്കെങ്കിലും വായിക്കും. ഒരു 5-6 വർഷം മുമ്പ് തുടങ്ങിയ ഒരു തീരുമാനമാണ് കേട്ടോ. 30 പോയിട്ട് 20, 21 വരെ കഷ്ടി എത്താറുണ്ട്. എന്നാലും ഞാൻ ആ തീരുമാനം എല്ലാ വർഷവും എഴുതി വെക്കുന്നുണ്ട്. കാരണം ഒരു ട്രെയിനർ എന്ന നിലയിൽ കുറെ കാര്യങ്ങൾ അറിയണം. അപ്പൊ എന്തായാലും വായിക്കാണ്ട് പറ്റില്ല. അപ്പോ ആ ഒരു തീരുമാനം വെച്ചാൽ ഒരു 20 ബുക്കെങ്കിലും വായിച്ചെടുക്കാൻ എനിക്ക് പറ്റിയാൽ അതൊരു വലിയ കാര്യമാണെന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എനിവേ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തീരുമാനം എപ്പോഴും ചെയ്യുന്നതും ഈ ഒരു ബുക്കിന് ശാപമോഷം കിട്ടി എന്ന് പറയുന്നത്. ഈ ഹൈപ്പർ ഫോക്കസ് എന്ന് പറഞ്ഞ ബുക്ക് എടുത്തപ്പോ തുടങ്ങിയതാണ് എന്റെ കോൺസെൻട്രേഷൻ എങ്ങനെ ഞാൻ പിടിച്ചെടുത്തു എന്നുള്ളതായിരുന്നു എന്റെ മുമ്പിൽ വലിയൊരു ചലഞ്ച് ആയിട്ടുണ്ടായിരുന്നത്. എനിവേ, ഈ ബുക്ക് വായിക്കുമ്പോ ക്രിസ് ബെയ്ലി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പ്രധാനമാകുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം 2 കാര്യങ്ങളിൽ ഒരേ സമയം പ്രവർത്തിക്കുമ്പോൾ ബ്രെയിൻ അത്ര നന്നായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിന്റെ ആവശ്യകതയിൽ നിന്നാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നു, എനിക്ക് ആവശ്യമുള്ളത് കൊണ്ട് ഞാനിത് എഴുതി. ഇനി അദ്ദേഹം ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, രാവിലെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് ഒരു കപ്പ് ചായയൊക്കെ എടുത്ത് ഹോം ഫ്രൈ ഒക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ആസ്വദിച്ച് ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഇടയിൽ അദ്ദേഹത്തിന് ജോലി ചെയ്യുമ്പോൾ കൂടുതൽ ഊർജം കിട്ടുന്നുണ്ട്, കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ ആകർഷിച്ച ഒരു കാര്യം ഈ ശ്രദ്ധ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും പ്രൊഡക്ടിവിറ്റിയും ക്രിയേറ്റിവിറ്റിയും കൂടെ ചേർത്തിട്ട്
സന്തോഷകരമായിട്ട് പോവാണെങ്കിൽ അതിന് കുറച്ച് ശ്രദ്ധ കൂടുതൽ ആവശ്യമാണെന്നാണ് ക്രിസ് ബെയ്ലി പറയുന്നത്. ഇനി അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഈ ബുക്ക് വായിക്കണമെങ്കിൽ കുറച്ച് ശ്രദ്ധയൊക്കെ ആവശ്യമുണ്ട്. അത് ശരിയാണ്, ഞാൻ ശരിക്കും പണിപ്പെട്ടു പോയി എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം പറയുന്ന ആദ്യം ഫോൺ എടുത്ത് കുറച്ച് ദൂരത്തേക്ക് വെച്ചോളൂ, പിന്നെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിക്കുക, പിന്നെ ശ്രദ്ധ തിരിക്കുന്ന വസ്തുക്കളുടെ ഒരു ലിസ്റ്റ് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇനി ബുക്ക് വായിക്കാൻ പറ്റിയതാണോ എന്നൊക്കെ ഒരു തരം കൺഫ്യൂഷൻ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് മാറ്റി വെച്ചോളാൻ പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ അതെന്റെ സ്ക്രീനിൽ ഒന്ന് പകർത്തി. ദാ ഇങ്ങനെ നല്ല അവസരമാണല്ലേ, നല്ല മഴയാണ്, ചൂടൻ കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ആസ്വദിച്ച് ബുക്സ് വായിക്കുക എന്നുള്ളത്. പക്ഷെ ഇതാണ് പ്രശ്നം ഉണ്ടായി, ഞാൻ ആസ്വദിച്ചു, പക്ഷെ എനിക്ക് ആ ഹൈപ്പർ ഫോക്കസിലോട്ട് എത്താൻ പറ്റിയില്ല. കാരണം ശ്രദ്ധ മുഴുവൻ വേറെ വഴിക്ക് പോയി എന്നുള്ളതാണ്. എനിവേ, എന്തായാലും ഒരു കഫീൻ എടുക്കാൻ പറയുന്നു അദ്ദേഹം. കുറച്ച് വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഊർജം കുറച്ചും കൂടെ നിൽക്കാൻ വേണ്ടി കുറച്ചധികം സമയം നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പോ ആ ഒരു ചൂട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് വായിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു. പിന്നെ ഒരു പെന്നോ അല്ലെങ്കിൽ ഒരു ഹൈലൈറ്ററോ ഒക്കെ എടുക്കാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടാ മാറി പോണേന്നും കൂടെയുള്ള കാര്യം നമ്മൾ ഒബ്സർവ് ചെയ്യണമെന്നും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. എനിവേ, ഈ ബുക്ക് ഞാൻ വളരെ ആസ്വദിച്ച് വായിക്കാനൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈം ആയിരുന്നു. ആ പരസ്യം കണ്ടതും എന്റെ പേര് കൊടുത്തത് തുടങ്ങി ഞാനൊരു ഗുസ്തി, ഞാനും ഈ ബുക്കും തമ്മിൽ നടക്കുന്നുണ്ടായിരുന്നു, ഇത് വായിച്ച് എടുക്കുക എന്നുള്ളത്. എനിക്ക് ഞാൻ അത്രയും നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചൊക്കെ ഉറങ്ങി ആസ്വദിച്ചൊക്കെ ആണ് വായിച്ചത്. എനിവേ, അത് ഞാൻ പറഞ്ഞു വരാം. ഇനി അദ്ദേഹം പറയുന്നത് ഈ ഓട്ടോ പൈലറ്റ് മോഡ് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യാനാണ്. കാരണം നമ്മൾ ഇപ്പോഴും അധികവും ഇങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കണേ അല്ലേ? നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നിങ്ങൾ അങ്ങനെയല്ലേ? ഒരു ഓട്ടോ പൈലറ്റ് മോഡിലല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടി ടാസ്കിങ് പറ്റുന്നുണ്ട്. ആണോ? ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ? അതെ അതെ ശരിയാണ്, ശരിയാണ് നമ്മൾ madam. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ? 100% രാവിലെ correct. എഴുന്നേറ്റ യെസ് സാർ, രാവിലെ എഴുന്നേൽക്കുമ്പോ തുടങ്ങി എത്ര കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ മൾട്ടി ടാസ്കിങ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ടാസ്കിങ്ങിൽ കംഫർട്ടബിൾ ആണെന്ന് തന്നെ പറയാം അല്ലെ? കുറെ കാര്യങ്ങൾ അതിൽ നടക്കുന്നുണ്ട്. ഇതിൽ പറയുന്ന വെച്ചാൽ നമ്മുടെ 40% ശീലങ്ങളാണ്. കാരണം ആ ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് വലിയ ആലോചനയൊന്നും ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. നമ്മളത് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യവുമാണ്. അപ്പൊ മൾട്ടി ടാസ്കിങ് പറ്റും. പക്ഷെ ബോധപൂർവം ചെയ്യേണ്ട ചില ജോലികൾ വരുമ്പോൾ അവിടെ ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അവിടെ ഓട്ടോ പൈലറ്റ് മോഡില് നമുക്ക് ശ്രദ്ധ കുറവായിരിക്കും. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഹൈപ്പർ ഫോക്കസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് മാറുന്നുണ്ട്. ഓക്കെ, പ്രധാനമായിട്ടും ഇതില് 4 തരം ജോലികൾ ഉണ്ടെന്നാണ് പറയുന്നത്. അട്രാക്റ്റീവ് ആയിട്ടുള്ളത്, അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ളതും, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളതും, അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ളതും. ഇതിനകത്ത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്ക്, അതായത് നെസസറി വർക്ക്, ഇപ്പൊ നമ്മൾ ഓഫീസിലെ ജോലികളൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഇപ്പോ പേപ്പർ വർക്കുകളോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് അത്ര വലിയ രസമായിട്ടൊന്നും തോന്നുന്ന കാര്യമല്ല. പക്ഷെ അത് ചെയ്യേണ്ട കാര്യവുമാണ്. അതിൽ പ്രൊഡക്ടിവിറ്റി ഉള്ള ഒരു സംഭവമാണ്. ഇനി അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നിപ്പിക്കും നമ്മൾ ഫാമിലിയുടെ കൂടെ സമയം ചെലവഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോ എന്താ പറയാ എക്സ്ട്രാ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലർ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ട്യൂഷൻ കൊടുക്കുന്നവരുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ ട്രെയിനേഴ്സിൽ തന്നെ ഭൂരിഭാഗം പേരും ജോലിയുള്ളവരാണ്, കൂടെ സൈഡായിട്ട് ചെയ്ത് ഇതൊക്കെ നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നാൽ അതിനൊരു പ്രൊഡക്റ്റീവും കൂടെയാണ്. ഇനി അൺനെസസറി ആയിട്ടുള്ള ചില വർക്കുകൾ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഫോണിലൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കും. കുറച്ച് ആവശ്യമുള്ളത് ഉണ്ടാവും, പക്ഷെ എന്നാലും നമ്മളിങ്ങനെ വെറുതെ വീഡിയോ കണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ സമയം കളഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ ഒരു ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള ഒരു വർക്കുകളും കൂടി വരുന്നുണ്ട്. ഞാനിപ്പോ കുറച്ച് മുമ്പ് ഞാനത് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സംഭവം ചെയ്തപ്പോ ഞാനിങ്ങനെ ഉണങ്ങിയ തുണികളെല്ലാം മടക്കി വെച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഉച്ചയ്ക്ക് ശേഷം ഞാനിങ്ങനെ ആലോചിക്കുന്നു, വൈകിട്ട് ഡിന്നറിന് ഇപ്പൊ എന്താ പ്രിപ്പയർ ചെയ്യേണ്ടത്. യെസ്, ഇത് ഒക്കെ ഇത്തരം ജോലികളിലൊക്കെയാണ് നമ്മൾ ഏർപ്പെട്ടത്. നമ്മുടെ ദൈനംദിന ലൈഫുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കിത് മനസ്സിലാവുന്നുണ്ട്. ഈ ക്രിസ് ബെയ്ലി പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലെ? യെസ്. ഇനി ഈ ശ്രദ്ധയ്ക്ക്
ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാ പറയുന്നത്, പരിമിതികളുണ്ട്. നമ്മുടെ ചുറ്റുപാട് നിന്ന് ഓരോ സെക്കൻഡിലും നമ്മുടെ ബ്രെയിനിലേക്ക് കുറെ വിവരങ്ങൾ ഇങ്ങനെ അയക്കപ്പെടുന്നുണ്ട്. നമ്മൾ കാണുന്ന കാഴ്ചകള് അല്ലെങ്കിൽ കേൾക്കുന്ന ശബ്ദങ്ങള്, അങ്ങനെ കുറെ കാര്യങ്ങള് നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട്. ഇതില് വിർജീനിയ സർവകലാശാലയിലെ മനഃശാസ്ത്ര പ്രൊഫസറായ തിമോത്തി വിൽസൺ പറയുന്നത്, ഓരോ സെക്കൻഡിലും സെൻസറി അനുഭവങ്ങളുടെ രൂപത്തിൽ നമ്മുടെ ബ്രെയിൻ 11 ദശലക്ഷം ബിറ്റ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഈ 11 ദശലക്ഷത്തില് നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്യപ്പെട്ട് വരുന്നത് എന്ന് പറയുന്നത് വെറും 40 എണ്ണം മാത്രമേ ഉള്ളൂ എന്നാ പറയുന്നത്. അത് തന്നെ നമ്മുടെ ആ ഒരു ശ്രദ്ധയുടെ ഒരു പരിമിതിയായിട്ട് പറയാം അല്ലെ. നമുക്ക് ആവശ്യമുള്ളതിനെ ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമില്ല. അത് നമുക്ക് ഒരു പരിമിതി തന്നെയാണ് നമ്മുടെ ശ്രദ്ധയുടെ. ഇനി രണ്ടാമതായിട്ട് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അതിനെ ഒരു ഷോർട്ട് ടൈം മെമ്മറിയിൽ കീപ്പ് ചെയ്യാന്ന്, വളരെ കുറച്ച് മാത്രമേ ആ ഷോർട്ട് ടൈം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോ ഈ ഒരു 40-ൽ നിന്ന് പിന്നെയും ഒരു 4 അതിങ്ങനെ ചുരുങ്ങിപ്പോണ്ടാവും അല്ലെ. കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഷോർട്ട് ടൈം മെമ്മറിയിൽ നോർമലി പറയുന്നത് 7 കാര്യങ്ങൾ വരെയാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അതും നമ്മുടെ ആ ഒരു ശ്രദ്ധയുടെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ ഒരു ശ്രദ്ധാ കേന്ദ്രം. ക്രിസ് ബെയ്ലിയുടെ പുസ്തകത്തിൽ പറയുന്നത് അങ്ങനെയാണ്, ഇതിനെ ഒരു ശ്രദ്ധാ കേന്ദ്രമായിട്ട് കണക്കാക്കുക. യെസ്, ഇത് നമ്മുടെ മൾട്ടി ടാസ്കിങ്, ചിലത് നമ്മുടെ ശീലങ്ങളാണല്ലോ, അത് നമ്മൾ അറിയാതെ തന്നെ ഇങ്ങ് പൊക്കോളും. അപ്പോ എന്തുമാത്രം ആ ശ്രദ്ധാ കേന്ദ്രത്തിലെ സ്പേസ് എന്തുമാത്രം യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് നോക്കുക. മൾട്ടി ടാസ്കിങ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് കോൺസെൻട്രേഷൻ കൊടുക്കുന്ന ആ ഒരു കാര്യമാണ് വളരെ അത്യാവശ്യം വലിയൊരു റൗണ്ടിൽ മാത്രമായിട്ട് കാണുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഒരു കാര്യം മാത്രമാണ് ചെയ്യണമെങ്കിൽ ആ ഒരു ഫോക്കസ് ചെയ്തിരിക്കുന്ന അത്രയും ഏരിയ എൻഗേജ്ഡ് ആണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് വേറെ മൾട്ടി ടാസ്കിങ് ഒന്നും തന്നെ വരുന്നില്ല, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇത്രയും ഭാഗം അതിന്റെ ഓവറായിട്ട് തന്നെ വരുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഭാഗം ഞാൻ വായിക്കുമ്പോൾ ഞാൻ എൻ്റെ ലൈഫിലുണ്ടായ ഒരു ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കി. ഞാൻ എപ്പോഴാണ് ഇത്രയും ഹൈപ്പർ ഫോക്കസിൽ പ്രവർത്തിച്ചിട്ടുള്ളത്? സ്വതവേ അറ്റൻഷൻ ഡെഫിസിറ്റിൽ പെടുന്ന ആളാണ് ഞാൻ. അപ്പോ ഈ ഒരു ഹൈപ്പർ ഫോക്കസിൽ കൊണ്ടുവരിക എന്നുള്ളത് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്റെ ലൈഫിൽ അങ്ങനെ ഒരു സംഭവം നടന്നു. അതായത് ഞാൻ LLM ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിലെ ഒരു പേപ്പർ ഞാൻ പെൻഡിങ് വെച്ചു. അത് എന്റെ ഒരു പ്രീ ജഡ്ജ്മെന്റ് ആണ്, എനിക്കിത് ഇപ്പൊ പഠിച്ചാൽ കിട്ടില്ല, എന്തായാലും അത് ലാസ്റ്റ് പഠിക്കാം, ബാക്കി എല്ലാ പേപ്പറും എഴുതിയെടുക്കാം. അങ്ങനെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ സെക്കൻഡ് ഇയറിന്റെ എക്സാമിലും ഞാൻ പേപ്പർ രജിസ്ട്രേഷൻ നടത്തിയിരുന്നു എഴുതാനായിട്ട്. പക്ഷെ ഞാൻ എടുത്ത തീരുമാനം എന്ന് വെച്ചാൽ ഞാൻ എഴുതില്ല, അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ എക്സാമിന് ചെല്ലുമ്പോൾ, തലേ ദിവസത്തെ സെക്കൻഡ് ഇയറിന്റെ എക്സാം ഉള്ള സമയത്ത് ചെല്ലുമ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ, അവരൊക്കെ പ്രൊഫഷണൽസ് ആണ്, പക്ഷെ അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ആ ഒരു പേപ്പർ എനിക്ക് പഠിച്ചാൽ കിട്ടില്ല, അതുകൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല. ഇനി നാളെയാണ് ആ എക്സാം, പക്ഷെ ഞാൻ ബുക്ക് തൊട്ടിട്ടില്ല, എനിക്ക് അറിയില്ല എഴുതണ്ടേ, എന്തായാലും എനിക്കൊന്നും പഠിച്ചിട്ടില്ല എന്നാണ്. അപ്പൊ അവരെന്നെ പറഞ്ഞു, സാഹിബ് എന്ത് പണിയായി കാണിക്കണേ, പഠിച്ചുകൂടെ, അത് ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ഒന്ന് സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതി, എന്തെങ്കിലുമൊക്കെ എഴുതാൻ കിട്ടും, ഇത്ര വറീഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ അവര് പറഞ്ഞതെല്ലാം എന്റെ തലയിൽ വന്നു, എന്റെ ഇതിലേക്കൊന്നും വന്നു. പക്ഷെ വീട്ടിൽ വന്നിട്ട് ഏതാണ്ട് ഇതേ സമയത്ത് എന്റെ മൈൻഡിൽ ഒരു തീരുമാനം വരണം, നാളെ രാവിലെ എക്സാം എഴുതേണ്ട ആളാണ്. എനിക്ക് തോന്നി അത് ശരിയാണല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, കിട്ടിയാ കിട്ടി, പോയാ പോയി, എപ്പോഴും അതന്നെയാണല്ലോ ചിന്തിക്കണേ. ഓക്കെ, അപ്പോ ഞാൻ ഓർത്തത് ശരി, നോക്കാം. അങ്ങനെ വൈകിട്ട് ഒരു 9 മണിയാവുമ്പോൾ ഞാൻ ഉറങ്ങി. ഒരു 2 മണിക്ക് ഞാൻ എഴുന്നേറ്റു, കാരണം എഴുതണം, എക്സാം, എന്തെങ്കിലും പഠിക്കണം. അങ്ങനെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. 6 മണി വരെ ഞാൻ പഠിച്ചു. ആ സമയത്ത് എനിക്ക് വേറെ ഒന്നും എന്റെ മൈൻഡിലില്ല, കംപ്ലീറ്റ് ഞാൻ ഇതിലേക്ക്, ആ ബുക്കിലേക്കായിരുന്നു. ആകെ ചെയ്തിരുന്നത് ഇടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു, അത് മാത്രമാണ് ഒന്ന് ശ്രദ്ധ മാറ്റിയ ഒരു കാര്യം. പക്ഷേ ആ 6 മണി കഴിഞ്ഞിട്ട് ഞാൻ ചെക്ക് ചെയ്യായിരുന്നു ഞാൻ എത്ര ക്വസ്റ്റിന്റെ ആൻസർ പഠിച്ചിട്ടുണ്ട്. ആകെ 5 എണ്ണമാണ് പഠിച്ചിരിക്കുന്നത്. 8 essay വരും, 5 എണ്ണം എഴുതണം, നോ പ്രോബ്ലം.
എന്തെങ്കിലും എഴുതാൻ കിട്ടുമല്ലോ, ആ ഒരു ആശ്വാസത്തിലാണ് ഞാൻ അവിടെ ചെന്നത്. പക്ഷെ എനിക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം, ചിരിക്കണോ കരയണോ, ഞാൻ പഠിച്ച 5 ക്വസ്റ്റ്യൻസും അതിനകത്തുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയതും ആ സബ്ജക്റ്റിനാണ്. യെസ്, ഇപ്പോ ഈ ഒരു ക്രിസ് ബെയിലിയുടെ ബുക്ക് വായിച്ചപ്പോ എനിക്ക് അത് എന്റെ ഓർമ്മയിലേക്ക് അത് വന്നപ്പോ എനിക്ക് ഫീൽ ചെയ്തു, യെസ്, കുറച്ച് ബുദ്ധിമുട്ടി, പക്ഷെ നേട്ടം വലുതായിരുന്നു ഹൈപ്പർ ഫോക്കസിലൂടെ. എനിവേ നമുക്കിത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതാ പ്രശ്നം, നമ്മൾ പലപ്പോഴും ഓട്ടോ പൈലറ്റ് മോഡിൽ കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഏതൊക്കെയോ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട്, ഈ ഒരു നമ്മൾ ഹൈപ്പർ ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റും. ഓക്കെ, ഇനി ഈ ഒരു പവർ, ഈ ഹൈപ്പർ ഫോക്കസിന്റെ പവർ എന്താണെന്ന് വെച്ചാൽ, ഫോക്കസ് എന്താണെന്ന് നമുക്കറിയാലേ. ഫോക്കസ് ഇസ് ദ ആക്ട് ഓഫ് കണക്ടിങ് യുവർ ഇൻട്രസ്റ്റ് ഓർ ആക്ടിവിറ്റി ഓൺ സംതിങ്. നമുക്ക് താല്പര്യമുള്ള കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഹൈപ്പർ ഫോക്കസ് എന്ന് പറയുമ്പോൾ അതൊരു എക്സ്ട്രീം വേർഷൻ ആണ്. ഈ ഫോക്കസിൽ നിന്ന് ഹൈപ്പർ ഫോക്കസിലേക്ക് എത്തിപ്പെടാനായിട്ട് ഒരു 4 സ്റ്റേജിൽ കൂടെ കടന്നു പോകാമെന്ന് ക്രിസ് ബെയിലി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ പ്രൊഡക്ടിവിറ്റി ഉള്ള, അതായത് അത്ര ആവശ്യമുള്ള ഒരു കാര്യം നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ഇന്റേണൽ എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. പിന്നെ സെലക്ട് ചെയ്ത ആ കാര്യത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധ കൊടുക്കുകയാണ്. ഇനി ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാം, അങ്ങനെ ഉണ്ടായാൽ തന്നെയും അതിലേക്ക് തിരിച്ചു വരാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു 4 സ്റ്റേജിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഹൈപ്പർ ഫോക്കസിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നാണ് ക്രിസ് ബെയിലി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ നമുക്കൊരു മെറ്റാ അവയർനെസ് ഉണ്ടാവണം, അല്ലെ? നമ്മൾ എന്താണോ കൂടുതൽ ചിന്തിക്കുന്നത്. ഞാൻ ഓഡിയബിൾ ആണോ സർ? Yes, very Yes, much. yes, ma'am. ഓക്കെ ഓക്കെ ക്ലിയർ ആണ്, നല്ല ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണോ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതില് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. ശ്രദ്ധ പോകുമ്പോ അതിലേക്ക് തിരിച്ചു വരാനായിട്ട് നമ്മൾ ഒരു നിശ്ചിത സമയങ്ങളിൽ ഒരു എന്താ പറയുക, ഒരു ബെല്ല് കണക്ട് ചെയ്യാൻ പറയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അതില് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ ശ്രദ്ധയെ 2ആയിട്ട് തിരിക്കുകയാണ്, ഹൈപ്പർ ഫോക്കസും സ്കാറ്റർ ഫോക്കസും. ഹൈപ്പർ ഫോക്കസ് എന്താണെന്ന് നമ്മൾക്ക് പിടികിട്ടിയല്ലേ, നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്ന ഒരു കാര്യം. ഈ സ്കാറ്റർ ഫോക്കസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ഈ ഹൈപ്പർ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനഃപൂർവ്വം തന്നെ നമ്മൾ അതിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നു. അതാണ് ഈ സ്കാറ്റർ ഫോക്കസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ആക്ച്വലി അതിനൊരു റിസൾട്ട് എന്ന് പറയുന്നത് അത്ര നല്ലതായിരിക്കില്ല. പക്ഷേ അവിടെ ബ്രെയിൻ കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മോഡിലേക്ക് എത്തിച്ചേരും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് ആ ഹൈപ്പർ ഫോക്കസിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഞാൻ ഇതിനു മുമ്പ് എവിടേക്കോ വായിച്ചിട്ടുള്ള ഒരു കാര്യം എന്റെ ഓർമ്മയിൽ വന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മളിപ്പോ ഒരു കാര്യം കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും കാര്യമായിട്ട് നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ വീട്ടില് മക്കളോ ഹസ്ബൻഡോ ആരെങ്കിലും വന്ന് എന്നെ വിളിക്കുകയാണെങ്കിൽ എനിക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വരും, അല്ലെ? എന്നെ ഡിസ്റ്റർബ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട്. ശരിയാണ്, ദേഷ്യം വരാം. പക്ഷേ ഈ പഠനങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, ആ സമയത്ത് ഒരു ബ്രേക്ക് കിട്ടുമല്ലോ, അതിനുശേഷം നമ്മൾ തിരിച്ച് ഇതിലേക്ക് വരുമ്പോ കുറച്ചും കൂടെ ബ്രെയിൻ എനർജറ്റിക് ആവും, നമുക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും എന്ന് ഇതിനു മുമ്പ് ഞാൻ ഒരിക്കൽ വായിച്ചത് ഓർമ്മ വരുന്നുണ്ട്. എനിവേ, ഈ ക്രിസ് ബെയിലി ഇതിൽ ഒരു ദ റൂൾ ഓഫ് 3 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് രാവിലെ ദിവസത്തിന്റെ തുടക്കത്തില് അന്ന് പൂർത്തിയാക്കേണ്ട ഒരു 3 കാര്യങ്ങളുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജോലികൾക്കിടയിൽ ഇതിനൊരു സ്ലോട്ട് വെക്കാം. അപ്പൊ ഇതിന് കുറച്ചും കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ 3 കാര്യങ്ങൾ ചെയ്യാം. അപ്പോ അങ്ങനെയെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും, ഫോക്കസ് ചെയ്യാൻ നമ്മൾ പഠിക്കുകയും ചെയ്യും. അതാണ് അദ്ദേഹം പറയുന്ന ഒരു റൂൾ 3 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഇനി നമ്മുടെ ഈ ശ്രദ്ധേനെ മെരുക്കുക എന്നുള്ളത്, അതായത് വ്യതിചലിച്ചു പോകുന്ന നമ്മുടെ ശ്രദ്ധയെ മെരുക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അല്ലെ?
എളുപ്പമില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മളത് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതിനതില് കാലിഫോർണിയ സർവകലാശാലയിലെ ഇൻഫോർമേഷൻ സയൻസ് പ്രൊഫസർ ആയിരുന്ന മാർക്ക്, അദ്ദേഹം ഫോക്കസിലും മൾട്ടി ടാസ്കിങ്ങിലും ഒക്കെ പഠനം നടത്തിയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ ഗവേഷകനായ സെർവിൻസ്കി എന്ന് പറയുന്ന അദ്ദേഹം ആളുകളും കമ്പ്യൂട്ടറും തമ്മിൽ ഇടപഴകുന്നതിനെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ആളാണ്. അപ്പൊ മാർക്കും സെർവിൻസ്കിയും കൂടെ 2000-ലധികം ആളുകളെ പരീക്ഷണ വിധേയരാക്കി. അതായത് മൾട്ടി ടാസ്കിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആ പ്രഷർ അളക്കാനായിട്ട് 24 hours അതിനെ അത് ചാർട്ടിൽ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് മോണിറ്റർ അവരിൽ ഘടിപ്പിക്കുകയാണ് ചെയ്തത്. ദെൻ ഒപ്പം തന്നെ ആ പങ്കെടുക്കുന്ന ആളുകളുടെ കമ്പ്യൂട്ടറിൽ ഒരു ലോഗിംഗ് പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്തു. അപ്പൊ മനസ്സിലായ ഒരു കാര്യം, ഓരോ 35 സെക്കൻഡിലും അവര് IM അല്ലെങ്കിൽ സ്കൈപ്പ് പോലുള്ള ആപ്പുകൾ ഓപ്പൺ ചെയ്തിട്ട് അവരുടെ ടാസ്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കുന്നു, നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ കുറെ ആപ്പുകളിലൊക്കെ നോക്കിയാൽ നമ്മൾ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ എപ്പോഴേ തുറന്നിട്ടുണ്ടാവും അല്ലെ. നമ്മളും ഡിസ്റ്റർബ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജോലി കാര്യത്തില്, ഇങ്ങനെയുള്ള ഇതില്. എനിവേ, അപ്പൊ പഠനം നടത്തുന്നത് എങ്ങനെയാണ്, ഓരോ 35 സെക്കൻഡ് കൂടുമ്പോഴും ഡിസ്ട്രാക്റ്റഡ് ആകുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത്, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ അശ്രദ്ധേനെ ഇഷ്ടപ്പെടുന്നത്? അതായത് അങ്ങനെ പോകുന്നതുകൊണ്ട്, ഒരു ഡിസ്ട്രാക്റ്റഡ് ആകുന്നതുകൊണ്ട് നമുക്കാർക്കും പരാതിയൊന്നുമില്ല, അതൊക്കെ അതിന്റെ വഴിക്ക് പൊക്കോട്ടെ എന്നുള്ളൊരു രീതിയാണ് നമുക്കുള്ളത്. ഇങ്ങനെ പറയുന്നുണ്ട്, 40 വയസ്സിന് മുകളിലോട്ടാകുമ്പോ ശ്രദ്ധ വ്യതിചലിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. പിന്നെ പ്രായം കൂടുന്നതിനനുസരിച്ച് ആ ശ്രദ്ധയുടെ കേന്ദ്രം ചുരുങ്ങി പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ പഴയ സ്ഥിതിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് പാടുപെടേണ്ടി വരും എന്നാണ് പറയുന്നത്. ഇനി ബ്രെയിനില് കോഡിങ്ങും എൻകോഡിംഗ് ഒക്കെ നടക്കുന്നതിൽ കുറച്ച് പതുക്കെയായി പോകും. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഫോണൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, അതിന്റെ ലിസ്റ്റ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ആവശ്യമില്ലാത്തതൊക്കെ അതിൽ നിന്ന് എടുത്ത് മാറ്റിക്കോ, ചെയ്യേണ്ടതിന്റെ ലിസ്റ്റ് പ്രത്യേകമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഡിസ്ട്രാക്ഷൻസിൽ നിന്നൊക്കെ നമുക്ക് പുറത്തു വരാനായിട്ട് സാധിക്കും എന്ന് പറയുന്നു. ഓക്കെ, ഈ ഹൈപ്പർ ഫോക്കസിനെ ഒരു ശീലമാക്കാനായിട്ട് പറയുന്നത്. അതാണ് ഇപ്പൊ പ്രശ്നം. ആക്ച്വലി ഓട്ടോ പൈലറ്റ് മോഡിന്റെ ഉള്ളിൽ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതിങ്ങനെ ശീലമാക്കാനൊക്കെ പറയുമ്പോൾ യെസ്, ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും കുറച്ച് ബുദ്ധിമുട്ടി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. എനിവേ, പക്ഷെ നമ്മൾ പലപ്പോഴും ആ ഒരു മോഡിലേക്ക് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു. അതുപോലെ, അതായത് സമയം കുറവാണെങ്കിലോ എമർജൻസി ആണെങ്കിലോ ഒക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടും വരുന്നില്ലേ ആ ഒരു ഹൈപ്പർ ഫോക്കസ് മോഡിലേക്ക്. അതിന്റെ ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു മോഡിലേക്ക് വരുന്നുണ്ട്. ഇതില് ശ്രദ്ധ ഇങ്ങനെ കേന്ദ്രീകരിക്കുന്നതിന്റെ അളവ് അതെങ്ങനെ അളക്കാൻ പറ്റുന്നതാണ് അടുത്ത ഇത്. അപ്പൊ അദ്ദേഹം പറയുന്നത്, കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ വർക്കിംഗ് മെമ്മറി കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു അളവാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിൽ ഒരേ സമയം എത്ര ഡാറ്റ കഷ്ണങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 4 വരെയാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ആ മെമ്മറി കപ്പാസിറ്റി കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് 7 വരെയൊക്കെ സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതാണ് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഈ ഒരു പറയുന്നത്. ക്രിസ് ബെയ്ലി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ മെഡിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഹൈപ്പർ ഫോക്കസ് എന്ന് പറയുന്ന ആ ഒരു അതിനെ നമുക്കൊരു ഹാബിറ്റ് ആക്കി എടുക്കാനായിട്ട് ട്രൈ ചെയ്യാം. ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോ, ബുക്കിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോ അദ്ദേഹം പറയുന്നത് സ്കാറ്റർ ഫോക്കസിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ, ഈ സ്കാറ്റർ ഫോക്കസ് എന്താണ്. അതായത് ഹൈപ്പർ ഫോക്കസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ മനഃപൂർവ്വം നമ്മുടെ ചിന്തകളെ ഒന്ന് വഴിതിരിച്ചു വിടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയുന്ന അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ 3 കാര്യങ്ങൾ നമുക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒന്നാമത്തേത്, ആ ഗ്യാപ്പ് വരുമ്പോൾ നമ്മൾ അതിനെ ഫ്യൂച്ചറുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മുടെ ഫ്യൂച്ചറിലേക്ക് എങ്ങനെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പോകും എന്നുള്ള ഒരു കാര്യം നമ്മൾ അവിടെ ചിന്തിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത് നമ്മളെ തന്നെ റീചാർജ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ,
അതായത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ആ ശ്രദ്ധ വിട്ടുപോയിട്ട് വീണ്ടും അതിലേക്ക് തിരിച്ചു വരുമ്പോൾ കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഒപ്പം തന്നെ ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നത് ഡോട്ടുകൾ വഴിയാണ്. നമുക്കറിയാം, നമ്മളതൊക്കെ മുമ്പേ പഠിച്ചിട്ടും അറിഞ്ഞിട്ടുമുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലെ. ബ്രെയിനിൽ വിവരങ്ങൾ ശേഖരിക്കപ്പെടുന്നത് ഇങ്ങനെ ഡോട്ടുകളായിട്ട്. ന്യൂറോളജിക്കൽ തലത്തിൽ പറയുമ്പോൾ ബ്രെയിൻ ഡോട്ട് നിറഞ്ഞ ഒരു നെറ്റ്വർക്കിന്റെ തന്നെ ഒരു ഒരു കൂട്ടമാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എനിവേ നമ്മുടെ ചിന്തകളെ ഈ ഡോട്ടുകളുമായിട്ട് കണക്ട് ചെയ്താണ് കിടക്കുന്നത്. നമ്മൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വരുത്തിയിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് ലെസൺസ് ഒക്കെ പഠിക്കുമ്പോൾ, അതായത് മങ്ങലേൽപ്പിക്കപ്പെട്ട ഡോട്ടുകളെ നമ്മൾ കുറച്ചും കൂടി ആ ഒരു ഇതിൽ നിന്ന് കൂടുതൽ ലെസൺസ് പഠിച്ചിട്ട് വരുമ്പോ അത് വീണ്ടും എൻകോഡ് ചെയ്തിട്ട് നമുക്ക് അത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഡോട്ടുകളൊക്കെ കുറച്ച് കണക്ട് ചെയ്യപ്പെടുന്ന നന്നായിട്ട് ഉറങ്ങണം എന്ന് പറഞ്ഞു. ഞാനൊരു 3-4 പ്രാവശ്യം ഈ ബുക്കും പിടിച്ച് ഉറങ്ങിപ്പോയി. രാത്രിയിൽ ഇതേ സമയത്ത് ഇങ്ങനെ ബുക്ക് എടുത്ത് വായിച്ച് ഉറങ്ങിപ്പോയ സമയങ്ങളുണ്ട്. ഇപ്പൊ ഹസ്ബൻഡ് വന്നിട്ട് പറയും മതി, പോയി കിടന്നുറങ്ങിപ്പോ. ഇതിനേക്കാൾ കുറച്ച് ദിവസം മുമ്പ് ഉച്ചനേരത്തെ നല്ല മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് വീട്ടിൽ പഠിക്കാമെന്ന് എന്നോട് ചോദിച്ചു, അക്ക എതുക്ക് ഇന്നമാരി തൂങ്ങരുത്, പോയി അത് പോയി കിടന്നുറങ്ങിക്കൂടെ എന്ന് ചോദിച്ചു എന്നോട്. അത് ശരിയാണ്. അപ്പോഴും എനിക്ക് തോന്നി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതിനകത്ത് ശേഖരിച്ചോണ്ടിരിക്കുകയാണല്ലോ മെമ്മറിക്കകത്ത് ഉറങ്ങുമ്പോ. എനിക്ക് അപ്പോഴാണ് മനസ്സിലായി ഉറങ്ങണതിന്റെ പ്രാധാന്യം ഈ കൂട്ടത്തില് ഉണ്ട് എന്നുള്ളത്. എനിവേ, അപ്പോ നന്നായിട്ട് ഉറക്കവും ആവശ്യമാണെന്ന് ക്രിസ് ബെയ്ലി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതില് ക്രിസ് ബെയ്ലിയുടെ ഈ ഒരു സംശയം ചോദിച്ചോട്ടെ. സർ, കളക്ടിങ് ഡോട്ട്സ് ആണോ കണക്ടിങ് ഡോട്ട്സ് ആണോ? കണക്റ്റിംഗ് ആണ്. ഓ സോറി, കളക്ട് ചെയ്യുന്നുണ്ട്, അതിനെ കണക്റ്റും ചെയ്യുന്നുണ്ട്. ഡോട്ട്സ് ആയിട്ടല്ലേ കളക്ട് ചെയ്യപ്പെടുന്നത്, അത് കഴിഞ്ഞിട്ട് കണക്ട് ചെയ്യപ്പെടുന്നു. കളക്ട് ചെയ്ത ഡോട്ട്സിന് മീനിങ് ഇല്ല, കണക്റ്റിംഗ് ആണോ സംശയം. താങ്ക് യു. ഓക്കെ സർ, താങ്ക് യു. എനിവേ, ക്രിസ് ബെയ്ലി പറയുന്നത് അപ്പോ ഓക്കെ സർ, ഹൈപ്പർ ഫോക്കസും ഈ സ്കാറ്റർ ഫോക്കസും കൂടെ ഒരു ലയനം നടക്കുകയാണെങ്കിൽ നല്ല പ്രൊഡക്ടിവിറ്റിയും ക്രിയേറ്റിവിറ്റിയും ഉള്ള നല്ലൊരു റിസൾട്ട് കിട്ടും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ആക്ച്വലി അങ്ങനെ ഒന്ന് നമ്മളും പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിവേ, ഈ ഒരു പ്രിപ്പറേഷന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. അതായത് ഞാൻ ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് ഇന്ന് രാവിലെ അതിന്റെ അവസാന ഘട്ടത്തിൽ എല്ലാം ഒന്ന് മിനുക്കുപണികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഞാനും ഹൈപ്പർ ഫോക്കസിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ എത്താനുണ്ടായ ഒരു കാരണം, അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാല്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മറന്നുപോയി. ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് PPTയും ഈ ബുക്ക് റീഡിങ്ങും ഇതൊക്കെ എഴുതി വെച്ച പോയിന്റുകളും ഒക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് വായിക്കുന്നതിന്റെ ഇടയിൽ പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് വിശപ്പിന്റെ വിളി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, യെസ്, ഞാനും ആ ഒരു ഇതിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത്. എനിവേ, വായിക്കാൻ തുടങ്ങി എന്ന കാരണത്താൽ ഒരു പുസ്തകവും വായിച്ചു തീർക്കരുത് എന്നാണ് ലോറ ജീൻ വിതർസ്പൂൺ എന്ന ഒരു ചിന്തക, ഒരു സംരംഭക ആയിട്ടുള്ള വിതർസ്പൂൺ പറയുന്നത്. എനിവേ, ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, എന്നെ സഹിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും, നിങ്ങൾക്കറിയാം ഈ ഒരു സംഭവം പറയുമ്പോൾ നമുക്ക് മേഡം എന്തോ നെറ്റ്വർക്ക് സൈബി മാം മ്യൂട്ട് ആയിട്ട് പെട്ടെന്ന് നെറ്റ്വർക്കിന്റെ എന്തോ പ്രശ്നം കൊണ്ടാണ് പോയി. ഓക്കെ, എനിവേ, അപ്പോ താങ്ക് യു. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് തൃശ്ശൂര് ഈ ഒരു ചാപ്റ്ററിനോട്. കാരണം വെച്ചാൽ ഒത്തിരി കാര്യങ്ങൾ ഓരോ സായാഹ്നത്തിലും പുതിയ അറിവ് തന്നുകൊണ്ടിരിക്കുന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു. ഈ പ്ലാറ്റ്ഫോമിൽ കയറി എനിക്ക് കട്ട സപ്പോർട്ട് തന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറഞ്ഞിട്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു സബി മാം. വളരെ മനോഹരമായ ഒരു പുസ്തകാവതരണം തന്നെയായിരുന്നു.
മാം പറഞ്ഞ പോലെ തന്നെ പുസ്തകങ്ങൾ ഒരു ആത്മാക്കളെ പോലെയാണ്. അലമാരയിൽ ഇരിക്കുമ്പോ അത് അവിടെ ആത്മാക്കൾ അടച്ചിട്ടിരിക്കുകയാണ്. മാഡം ആദ്യം പറഞ്ഞ ആ വരികള് ഞാനൊരു വായിച്ചതാണ്. അപ്പൊ അത് അലമാരിയിൽ നിന്ന് പുറത്തെടുത്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ ആത്മാക്കൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഈ പുസ്തകത്തിലെ മാം ഈ പുസ്തകത്തെ കുറിച്ച് ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം. എനിവേ വളരെ മനോഹരമായ ഒരു ശ്രദ്ധ എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാം, ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം എന്നതിനെ കുറിച്ചിട്ട് അവതരിപ്പിച്ച ഒരു പുസ്തകമായിരുന്നു. എനിവേ കൺഗ്രാജുലേഷൻ. ഇനി ഫീഡ്ബാക്ക് പറയാനുള്ള അവസരമാണ്. വളരെ ചുരുക്കി ഫീഡ്ബാക്ക് പറയാൻ ആർക്കൊക്കെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ എല്ലാവരെയും ക്ഷണിക്കുന്നു. ആദ്യം തന്നെ പരീത് കുഞ്ചു സാറാണ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ളത്. വെൽക്കം പരീത് കുഞ്ചു സാർ. താങ്ക് യു. ആദ്യമേ പോസിറ്റീവ് കമ്മ്യൂൺ കൊച്ചി ചാപ്റ്ററിൽ നിന്ന്